അതെ, നമ്മുടെ വീട് വൃത്തിയായിരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയല്ലേ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടേത്. എന്നാൽ എൻ്റെ ലൈഫിൽ എൻ്റെ ക്ലീനിങ് ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ മിക്കതും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം ആദ്യത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ? ഇതൊരു മൈക്രോ ഫൈബർ ഫെദർ ഡസ്റ്ററാണ്. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുക മാത്രമല്ല ബെൻഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ആയിട്ടുള്ള ഒത്തിരി പൊക്കത്തുള്ള പൊടികളൊക്കെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മോഡേൺ ഹൗസുകളിലൊക്കെ നമ്മൾ വോൾ സീലിംഗ് വരുന്നുണ്ടല്ലോ, ആ വോൾ സീലിങ്ങിലെ ഗ്യാപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ അടിപൊളി ലൈറ്റാണ്. പിന്നെ ഫാൻ ക്ലീൻ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ ഭിത്തിയിലുണ്ടാകുന്ന മാറാലയൊക്കെ അടിച്ചെടുക്കാനും ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ഒന്നും ആവത്തില്ല. ഇത് നമുക്ക് റീയൂസബിൾ ആണ്, കഴുകി ഉപയോഗിക്കാം എത്ര വേണമെങ്കിലും. ഇതിൻ്റെ മെറ്റീരിയൽ ലിൻഡ് ഫ്രീ മൈക്രോ ഫൈബർ ആണ്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ചൂലാണ്. ചൂല് ഞാൻ പല ടൈപ്പ് ചൂല് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഐറ്റം നമ്മുടെ ഈ ഒരു ടൈപ്പ് ചൂലാണ്. ഇത് ഗാലയുടെ ഒരു ചൂലാണ്. ഗാല എന്ന് പറഞ്ഞ കമ്പനിയുടെ ചൂലാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടിയും നല്ലത് അതാണെന്ന് തോന്നിയിട്ടുള്ളത്. നമ്മൾ അടിച്ച് വാരി എടുക്കുമ്പോൾ നമ്മുടെ ഈ മുടി എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ, അതില്ലേ ഈ ഒരു ചൂലിൻ്റെ തുമ്പത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയൊന്നും എവിടെയും പോവാതെ ഈ ചൂലിൻ്റെ തുമ്പത്ത് തന്നെ നമുക്ക് എടുത്ത് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അതൊരു നല്ല യൂസ്ഫുള്ളായ കാര്യമായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുത്തത് വന്നേക്കുന്നത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് മൈക്രോ ഫൈബർ ക്ലോത്തുകൾ. ഞാനിവിടെ ഇത് ഈ 2 ടൈപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒന്ന് ഒരു ഈ ഒരു ടൈപ്പും പിന്നെ ഒന്ന് വേറെ ഇത് കുറച്ചുകൂടി കട്ടിയിലെ ടൈപ്പുമാണ്. രണ്ടും അടിപൊളിയാണ്. ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മളിതുപോലെ വാളിലും കാര്യങ്ങളിലൊക്കെയുള്ള പൊടിയൊക്കെ ജനലൊക്കെ പൊടിയൊക്കെ തട്ടുമ്പോഴില്ലേ, പൊടി അതിൽ തന്നെ പിടിച്ചെടുക്കും. അത് തന്നെ വേഗം അത് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇതിങ്ങോട്ടും മാറിപ്പറന്നൊന്നും പോവാതെ അതിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്കും അത് കംഫർട്ടബിൾ ആണ്. അത് കൊണ്ടുപോയി കഴുകി റീയൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു ടൈപ്പാണ്. പിന്നെ നമുക്ക് ഗ്ലാസ്, ടിവിയുടെ സ്ക്രീന്, പിന്നെ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ചെയ്യാനും നല്ലതാണ് കേട്ടോ. സ്ക്രാച്ച് ഒന്നും ആവാതെ ക്ലീൻ ചെയ്യാൻ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് സൂപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ ടൈപ്പ് മിററുകളും ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മുടെ കാറിൻ്റെ മിററുകൾ ഇതൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്ക്രാച്ച് വരത്തില്ല, അതാണ് മെയിൻ കാര്യം. പിന്നെ റീയൂസബിൾ ആണ്. ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം, കഴുകി വൃത്തിയാക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഒരെണ്ണം കിച്ചണിൽ, ഒരെണ്ണം നമുക്ക് ഗ്ലാസ് തുടക്കാൻ, അങ്ങനെ നമുക്ക് 2-3 ഓരോ കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാം. ഓൺലൈനിലൊക്കെ ചെറിയ റേറ്റിന് ഇതുപോലത്തെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഒത്തിരി വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു ഐറ്റമാണ് ഇത്. പിന്നെ മെയിനായിട്ട് അടുത്തൊരു ഐറ്റമാണ് വന്നേക്കുന്നത് നമ്മുടെ ഇതുപോലത്തെ ഗ്ലൗസുകൾ. ഇതിൻ്റെ മെറ്റീരിയലും മൈക്രോ ഫൈബറാണ് വരുന്നത്. അതൊരു വേറൊരു ടൈപ്പ് മൈക്രോ ഫൈബറാണ് കേട്ടോ. പൊടികൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈപ്പ് മൈക്രോ ഫൈബർ ആണ്. ഗ്ലൗസ് ടൈപ്പ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ അതിൽ അകത്തോട്ട് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പിടിക്കുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യാൻ പറ്റും. ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത്. മെയിനായിട്ട് കാറ് ക്ലീൻ ചെയ്യുന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ജനൽ കമ്പി ക്ലീൻ ചെയ്യലാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയൊരു ഐറ്റം. ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സോക്സ് ആണ് കേട്ടോ. പഴയ സോക്സ് വെച്ചിട്ടാണ് കയ്യിലോട്ടിട്ടിട്ടാണ് ഓരോ ജനൽ കമ്പിയും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് വന്നപ്പം ഇതിൻ്റെ ലൈഫ് ചേഞ്ചിങ് ഐറ്റമാണെന്ന് പറയും. ഒന്നാമത് നമുക്ക് പൊടി, ഈ ഡസ്റ്റ് അലർജിയുള്ള ആൾക്കാർക്ക് നല്ല യൂസ്ഫുള്ളായ ഐറ്റമാണ്. ഞാനിതിൽ പലതും കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതിൽ പൊടിയൊന്നും പെട്ടെന്ന് അബ്സോർബ് ആവില്ല എന്ന്, പക്ഷേ പെട്ടെന്ന് അബ്സോർബ് ആകുന്നുണ്ട്. ചെറിയ റേറ്റേ ഉള്ളൂ ഈ ഒരു സാധനത്തിനും. ഇനി ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ. മസ്റ്റ് ബൈ ആണ് നിങ്ങളുടെ വീട്ടിൽ. ഈ ഒരു വൈപ്പറാണ്. ഇത് വൈപ്പർ എന്ന് പറയുന്നത് 1.5 വൈപ്പറാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് തറയിലെ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്ന സ്ഥലങ്ങളില്ലേ, ബാത്റൂം, സിറ്റ് ഔട്ട്, ചിലപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ, ടെറസൊക്കെ ക്ലീൻ ചെയ്യില്ലേ, ആ ഒരു സമയത്ത് ഈ ഒരു വൈപ്പർ അടിപൊളിയാണ്. 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ, ഈ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ടൈപ്പാണ്. ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചധികം നാളായിട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ബാത്റൂം എപ്പോഴും ഇതുപോലെ ഡ്രൈ ആയിരിക്കാനായിട്ടുള്ള ഒരു മെയിൻ സാധനം ഇതാണ് കേട്ടോ. എനിക്ക് ഡ്രൈ ആയ ബാത്റൂം യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞൊക്കെ വരുമ്പം ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിടുക. നമ്മുടെ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇത് അവിടെ ഒന്ന് ക്യാരി ചെയ്ത് വെച്ചാൽ മതി. നല്ല വെർത്താണ്. ചെറിയ റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇനി അടുത്ത വന്നേക്കുന്നത് ഈ ഒരു ടൈപ്പ് മോപ്പാണ് കേട്ടോ. ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോ ഒക്കെ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റെയിൽവേ മോപ്പാണ്. റെയിൽവേ മോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതിന് വേറെ എന്താണ്ട് പേരുണ്ട്. ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് ഡ്രൈ മോപ്പ് എന്നാണ് കേട്ടോ. ഇത് 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു
ഹാൻഡിലില്ലേ അത് നല്ല ക്വാളിറ്റിയിലെ ഹാൻഡിലാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചപ്പോൾ അതൊരു അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഹാൻഡിലായിരുന്നു. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, കുറച്ചുകൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും തോന്നുന്നു. ഇതിൻ്റെ മെറ്റീരിയലും വന്നേക്കുന്നത് ഇതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെയാണ്. അതുകൊണ്ട് പൊടിയൊക്കെ ഇല്ലേ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. നമുക്ക് ലോങ് ആയിട്ട് ഹാൻഡിലായതുകൊണ്ട് കട്ടിലിൻ്റെ അടിയിലും അതുപോലെ സെറ്റിയുടെ അടിയിലും നമുക്ക് കൈ എത്താത്ത ദൂരത്ത് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ തറയിലെ ഇതുപോലത്തെ മൈന്യൂട്ടായ പൊടികൾ വരെ ഇതിൽ അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഡ്രൈ ആൻഡ് വെറ്റ് മോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നനക്കാതെ നനച്ചിട്ടും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ട്. പക്ഷേ ഡെയിലി ബേസിസിൽ നമുക്ക് ക്ലീനിങ്ങിന് നല്ലൊരു ഹെൽപ്ഫുള്ളായ ആയിട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾ അടിച്ചു വാരാനും ഒരു ചൂലെടുക്കുന്നതിന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടിച്ചു വാരി തുടച്ച് വരാമെന്ന് പറയാം. ഇനി ഇതേ നിങ്ങളുടെ വീട്ടിൽ മെയിനായിട്ട് വേണ്ട കുറച്ച് ബ്രഷസ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ ചിലതൊക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, എന്നാലും ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, താഴെ കൊടുത്തേക്കാം. ഇത് നമ്മൾ ബാത്റൂം കഴുകുന്ന ബ്രഷാണ്. ഞാൻ ആദ്യം കാണിച്ചത് കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഞാൻ കാണിച്ചത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇത് ബാത്റൂം കഴുകുന്ന ബ്രഷാണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പുതിയൊരെണ്ണം എന്തായാലും വാങ്ങിക്കണം. ഈ ഒരു വൈപ്പർ, ഈ ഒരു ബാക്കിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ബ്രഷ്, ഈ ബ്രഷും 360 ഡിഗ്രി റൊട്ടേഷൻ വരുന്നത്. അടുത്ത വന്നേക്കുന്നത് ഇതുപോലെ നമുക്ക് ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രഷസ് ആണ്. ഈ 2 ടൈപ്പ് ബ്രഷസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. മെയിനായിട്ട് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് സിങ്കും വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ, എന്തിനേറെ പാത്രങ്ങൾ തേച്ച് കഴുകാൻ വരെ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അതിൽ തന്നെ ലിക്വിഡ് ഒഴിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും. പിന്നെ ഇതേ ഈ ഒരു കുഞ്ഞൻ ബ്രഷ് ഇല്ലേ, ഇതൊരു ഇത്തിരി കുഞ്ഞനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ സാധനം. ഇതിൻ്റെ ഒരു ബ്രഷിന് ആ ഒരു ഇതിനില്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് പൈപ്പിൻ്റെ ഇടങ്ങൾ, നമ്മുടെ കയ്യെത്താൻ പറ്റാത്ത പല സ്ഥലങ്ങളും ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ക്ലോസറ്റിൻ്റെ സൈഡൊക്കെ ഇല്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലൊരു ഐറ്റമാണ്. 3-4 വാങ്ങിച്ചു വെച്ചോ. ഒന്ന് കിച്ചണിൽ, ഒന്ന് നമുക്ക് പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, ഒന്ന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇതേ ഈ ഒരു ബ്രഷില്ലേ, ഇത് ഞാനിതേ ഇതുപോലത്തെ സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ, കിച്ചണിൽ ഇതുപോലത്തെ സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ കിച്ചണിൽ തന്നെ വെച്ചേക്കും. ഇതുപോലെ മിക്സിയുടെ ജാറുകൾ, പിന്നെ ഇതുപോലെ കറ പിടിക്കുന്ന ചില പാത്രങ്ങളില്ലേ അതൊക്കെ ഉരച്ച് തേച്ചെടുക്കാൻ ഇതൊരു അടിപൊളിയായിട്ടാണ്. പിന്നെ ഇതേ അടുത്ത ഒരാൾ വരുന്നത്, ഇതും ചെറിയൊരാളാണെങ്കിലും നല്ല യൂസ്ഫുള്ളായിട്ടാണ്. തുരുമ്പ് പോലത്തെ കറകളില്ലേ, പിന്നെ കുറച്ച് കട്ടിയില്ല കറകളൊക്കെ കളയാനായിട്ടും ഇതുപോലെ ഗ്യാപ്പുകൾ ക്ലീൻ ചെയ്യാനായിട്ടും നല്ലൊരൈറ്റാണ്. ഒക്കെ ഞാനിതേ അവിടെ ഇവിടെ ആക്കിയിട്ട് ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു വൈപ്പറും മസ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു കിച്ചണിൽ ഉണ്ടായിരിക്കണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് യൂസ്ഫുള്ളായ ഐറ്റം മാത്രമാണ് ഞാനിതിൽ കാണിച്ചേക്കുന്നത്, അതും ക്ലീനിങ്ങിന് യൂസ്ഫുള്ളായ ഐറ്റം. അപ്പം അതും ഞാനിതേ കിച്ചണിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഈ ഒരു ബ്രഷ് കൊണ്ട് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. നമ്മൾ ഇതുപോലെ തുരുമ്പ് പിടിച്ച പല സാധനങ്ങളും ഉണ്ടല്ലോ, പെട്ടെന്ന് തുരുമ്പങ്ങ് കയറുന്ന സാധനങ്ങൾ, നമ്മുടെ എന്താണ് ഗ്യാസിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇത് മാത്രമല്ല ബർണർ ക്ലീൻ ചെയ്യാനും അടിപൊളിയാണ്. അതുപോലെ ഗ്യാസിൻ്റെ സൈഡിൽ പിടിച്ചിരിക്കുന്ന കുറച്ച് ഒരു 2 ദിവസമൊക്കെ ചായ ഒന്ന് തിളച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് ഒരു കരി അവസ്ഥയാവില്ലേ ഇതുപോലെ, അതൊക്കെ ക്ലീൻ ചെയ്യാനും ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്ന കുറച്ച് ക്ലീനിങ് ഐറ്റംസ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കുക. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി, എല്ലാം ലോങ് ലാസ്റ്റിംഗ്. പിന്നെ ഇതേ ഈ ഒരു ഐറ്റം മറന്നുപോയി കേട്ടോ. ഇതൊരു സ്പിൻ മോപ്പാണ്, വിത്ത് ബക്കറ്റാണ് വരുന്നത്. ഞാനിപ്പോൾ ഇതേ മോപ്പ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇത് നമുക്കില്ലേ തറ തുടക്കാൻ മാത്രമല്ല, നമ്മുടെ ബാത്റൂമിലെ ഭിത്തിയില്ലേ, ടൈലിൻ്റെ ഒക്കെ ഭിത്തിയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ അടിപൊളിയായിട്ടാണ് ഇത്. 360 ഡിഗ്രി റൊട്ടേഷൻ വരുന്നതുകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ആവും. ഇതിൻ്റെ ക്ലോത്തും നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക, ചെറുതാക്കുക, വലുതാക്കുക, ഏതൊരു രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ക്ലീനിങ് പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.